തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം കൂടാനിരിക്കുന്ന ഒന്നാണ് പാൽവില. പാൽവില കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും എത്ര രൂപ എന്നത് തീരുമാനിക്കുക. എന്ന് വെച്ചാൽ ഇനി തെരഞ്ഞെടുപ്പ് ഫലത്തെ അടിസ്ഥാനപ്പെടുത്തിയാണോ എന്നായിരിക്കും ചിലർക്ക് സംശയം തോന്നുക. വിദഗ്ധ സമിതി നിരക്ക് വർധനയ്ക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും മിൽമ ആവശ്യപ്പെട്ടാൽ സർക്കാർ പരിശോധിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. പാൽവില വർദ്ധിപ്പിക്കുന്നത് മിൽമയാണ്. അവരെനിക്ക് തോന്നുന്നു ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പക്ഷേ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാൻ 2 ദിവസമൊക്കെ ഉള്ളപ്പം നമുക്കിപ്പോ കയറി പാൽവില വർദ്ധിപ്പിക്കുവാൻ പറ്റില്ല. അവരാലോചിച്ച് ഗവൺമെന്റിലും കൂടെ സമർപ്പിച്ചാൽ ഞങ്ങളുടെ കൂടി സമ്മതത്തോടു കൂടി അവരത് കൊണ്ടുവരും. അവരങ്ങനെ നിൽക്കുകയാണ് 3 മേഖലയിൽ. മിൽമ കൂട്ടിക്കൊടുക്കാൻ ക്ഷീരകർഷകരുടെ പാലെടുക്കുന്ന മിൽമയല്ലേ. അപ്പൊ അത് കൂട്ടുവാനുള്ള ഉത്തരവാദിത്വം അവർക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് കൂട്ടിക്കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ശകലം കൂട്ടണം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് കൂട്ടാൻ പാടില്ല. മന്ത്രിയുടെ ടോൺ അനുസരിച്ച് ക്ഷീര കർഷകർക്ക് നേട്ടമുണ്ടാകുന്നതിന് വേണ്ടിയാണ് പാൽവില വർദ്ധിപ്പിക്കുന്നത് എന്ന് തോന്നുന്നു. പക്ഷെ ഓരോ തവണ വിലവർദ്ധനവിന് ശേഷവും ക്ഷീര കർഷകരെ നേരിട്ട് കണ്ട് ചോദിക്കുമ്പോൾ എന്തിനു കൂട്ടി ഞങ്ങൾക്ക് അതിന്റെ ഒരു ആനുകൂല്യവും കാര്യമായി ലഭിച്ചില്ല എന്നാണ് എല്ലാ തവണയും ക്ഷീര കർഷകർ പറയാറുള്ളത്. അരുൺകുമാർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, അപ്പൊ പാലിന്റെ വില കൂടും എന്ന ഉപഭോക്താക്കൾക്കും നമുക്ക് എന്ത് കിട്ടുമായിരിക്കുമെന്ന് ക്ഷീര കർഷകർക്കും ഒരു സന്ദേഹമുണ്ടാക്കുന്ന പ്രഖ്യാപനമാണ്. അതെ അബ്ജോദ്, ഏറെ നാളുകളായിട്ട് ഈ മിൽമയുടെ ജനറൽ ബോഡിയിലും അതുപോലെ തന്നെ മേഖലാ യൂണിയനുകളും 3 മേഖലാ യൂണിയൻ, പ്രത്യേകിച്ച് എറണാകുളം മേഖലാ യൂണിയനൊക്കെ ഈ പാൽവില വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ജനറൽ ബോഡിയിലൊക്കെ ഏറെ രൂക്ഷമായ തർക്കങ്ങളും നടന്നിട്ടുണ്ട്. കാരണം ഇനി പിടിച്ചു നിന്ന് പോകാനും ഈ പറയുന്ന ക്ഷീര കർഷകർ കൊടുക്കാനും ഈ സ്ഥാപനത്തിന് പിടിച്ചു നിന്ന് പോകാനും വിലവർധന ആവശ്യമാണ് എന്നുള്ള തർക്കങ്ങൾ പല ഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചൊരു പഠനം നടത്താനായി ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. അപ്പോൾ പാൽവില വർധനവ് ആവശ്യമാണെന്നുള്ളൊരു ശുപാർശ സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഈ മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ പാൽവില വർധന സംബന്ധിച്ച് ഒരു തത്വത്തിൽ ഒരു ധാരണ ഒക്കെ 3 മേഖലാ യൂണിയനുകൾ ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിൽ മിൽമയുടെ ഡയറക്ട് ബോർഡ് യോഗം തത്വത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ പറയും പോലെ തലസ്ഥാനത്തുള്ള ചില രാഷ്ട്രീയ കാരണങ്ങൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഒരു വിലവർധന അടിച്ചേൽപ്പിക്കാതിരിക്കാനുള്ള ശ്രമം നടത്തുന്നത്. എന്തായാലും ഇപ്പൊ മനസ്സിലാക്കുന്ന സ്ഥിതി അനുസരിച്ച് ജനുവരിയോടുകൂടി പാൽവില വർധന സംസ്ഥാനത്ത് നിലവിൽ വരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം GST സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതൊക്കെ കണക്കാക്കി ജനുവരിയിൽ പാൽവില വർദ്ധിക്കും. ഇപ്പോൾ ജനുവരിയിൽ പാൽവില വർദ്ധിക്കും. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വേറൊരു വഴിക്കാണെങ്കിൽ, അല്ലെങ്കിൽ സർക്കാർ ആഗ്രഹിക്കുന്ന വഴിക്ക് അല്ലെങ്കിൽ അതിനെ ബാധിക്കുമോ, അതും നമുക്ക് ജനുവരിയിൽ അറിയാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ.